ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെൻഡർ വണ്ടി പെട്രോൾ ഓവർഫ്ലോ പോണ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നിലവിൽ നമുക്ക് ഒരു മാസം മുമ്പ് നമ്മൾ സർവീസൊക്കെ ചെയ്തു പോയതാണ്. അന്ന് കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്തായിരുന്നതാണ്. അന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാർബറേറ്ററിൻ്റെ കംപ്ലൈൻറ്റ് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ സെയിം അതേ കംപ്ലൈൻറ്റിനാണ് വീണ്ടും റിപ്പീറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കതിനകത്ത് ഇതിനകത്തേക്ക് നോക്കുമ്പോണ്ടല്ലോ, ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും ഫംഗസ് പിടിച്ചാണ് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ശരിക്കും അലുമിനിയം ഒക്കെ ദ്രവിച്ച പോലെ ഇരിക്കുന്നതാണ് അതിൻ്റെ പ്രോബ്ലമേ. അത് ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് ആ പൊടിയുടെ പ്രസൻസൊക്കെ വന്ന സമയത്താണ് ഈ പെട്രോൾ ഓവർഫ്ലോ എന്നതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പെട്രോളിന് ഈ ഫ്ലോട്ടിൻ്റെ വാൽവ്, അതായത് പെട്രോളിൻ്റെ കൺട്രോൾ ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുന്നത് ഈ ഫ്ലോട്ട് വാൽവാണ്. ഈ വാൽവുമേ ചെറിയൊരു സ്റ്റെപ്പ് പോലെ വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ശരിക്കും പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കാനാണ് തരുള്ളൂ, എന്നാലാണ് അത് റെഡി ആവുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ പുതിയ കാർബറേറ്റർ വെച്ചാലും നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ എന്ന് പറഞ്ഞാൽ E20 പെട്രോൾ എന്ന് പറയാം. എത്തനോൾ 20% എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് വരാം. ഈ എത്തനോളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അലുമിനിയം കണ്ടൻറ്റ് ഭാഗത്ത്, അലുമിനിയം ബോഡി വന്ന ഭാഗമൊക്കെ ദ്രവിപ്പിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാർബറേറ്റർ ഒന്നും കൂടി ഒന്ന് റിപ്പയർ ചെയ്ത് നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്ന ഭാഗമൊക്കെ നല്ല രീതിയിൽ ക്ലീനർ ഉപയോഗിച്ച് ഒന്നും കൂടി ക്ലീൻ ചെയ്യാം. അതിനുശേഷം ഈ ഫ്ലോട്ടിൻ്റെ വാൽവ് ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം. എന്നിട്ടും വീണ്ടും പിന്നീടും കംപ്ലയിൻറ്റ് വരാണെങ്കിൽ നമുക്ക് വേറെ ഒരു ഓപ്ഷനില്ല, കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വയ്ക്കാനാണ് പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സർവീസിൽ കൃത്യമായിട്ട് പറഞ്ഞാണ്, വീണ്ടും കംപ്ലയിൻറ്റ് വന്നേക്കാണ്. ഒന്നും കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഫ്ലോട്ട് വാൽവ് ഒന്നും മാറ്റിയിട്ടുണ്ടായില്ല. സ്ലോ ജെറ്റ് മാറ്റി പുതിയതിട്ടായിരുന്നു, ഇത് മാറ്റി പുതിയതിട്ടാണ്. പക്ഷേ അതും അവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഇവിടെയൊക്കെ പൊടി പിടിച്ച പൊടി, ഒരു വെള്ള പൗഡർ കണക്കെ സംഭവം വന്നിട്ട് അത് ഇതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് സംഭവം വരാം. അപ്പോൾ അതിപ്പോൾ നമുക്കിപ്പോൾ ക്ലീനർ ഉപയോഗിച്ചൊന്ന് ക്ലീൻ അടിച്ച് കയറ്റിയിടാം, കുഴപ്പമില്ല. പക്ഷേ ഈ ഫ്ലോട്ടിൻ്റെ വാൽവ് നമ്മളൊന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതും കൂടി ഒന്ന് മാറ്റി നോക്കാനാണ് തരുള്ളൂ. ഇതൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം. വീണ്ടും റിപ്പീറ്റ് ഇതേപോലെ തന്നെ കംപ്ലയിൻറ്റ് കണ്ടിന്യൂസ് വരാണെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വയ്ക്കുക. ഏകദേശം ഒരു 3000 രൂപയുടെ അടുത്തൊക്കെ നമുക്ക് ചിലവുണ്ട്. 2800 സംതിങ് അങ്ങനെ എന്താണ് റേറ്റ്, കൃത്യമായിട്ട് നമുക്ക് എൻ്റെ ഓർമ്മയിലില്ല. ഞാനത് ഏകദേശം എന്തായാലും നമുക്ക് ആ റേറ്റ് വന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വന്ന ഫ്ലോട്ട് വാൽവിന് 200 രൂപയുടെ താഴെ നമുക്ക് അതിന് കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. വീണ്ടും കംപ്ലയിൻറ്റ് വരാണെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, മാറ്റി പുതിയത് വയ്ക്കുക. ഓക്കെ, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതിന് ശേഷം റിപ്പീറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഓർഡർ കൊടുക്കുക, സാധനം വരുത്തി മാറ്റി പുതിയത് വയ്ക്കുക. ഓക്കെ.